നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജനന തിരുനാളിനായി ഒരുങ്ങുന്ന നമ്മോട് ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ പറഞ്ഞു തരുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മോട് കൂടെ ആയിരിക്കാൻ, നമ്മോട് സ്നേഹം പങ്കുവയ്ക്കുവാൻ, സങ്കടങ്ങളിൽ ചേർന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞു തരുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഏറ്റവും ഉപരിയായി നമ്മെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിന് അർഹരാക്കുവാൻ തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയ ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണം. വിശുദ്ധ ഔസേപ്പിതാവും പരിശുദ്ധ കന്യകാമറിയവും ബെത്ലഹേമിലെ തെരുവീഥികളിലെ ഭവനങ്ങളിലൂടെ തൻ്റെ പുത്രന് ജന്മമേകുവാൻ ഇടം തേടിയുള്ള യാത്രയിൽ അവസാനം കാലിത്തൊഴുത്തിൽ അവന് ജനിക്കുവാൻ ഇടം നേടിയപ്പോൾ അവിടെ ഏറ്റവും ദാരിദ്ര്യത്തിൽ പിറന്നു വീണ ഉണ്ണിയേശു നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത് പോലെ ദൈവത്തോടുള്ള സ്നേഹ സംഭാഷണമായ പ്രാർത്ഥനയ്ക്ക് നിന്റെ ജീവിത വ്യഗ്രതകളിൽ നിന്ന് അകന്നുകൊണ്ട് ഇത്തിരി നേരം ദൈവത്തിന് കൊടുക്കാൻ നിനക്ക് കഴിയാറുണ്ടോ? കണ്ടുമുട്ടുന്ന മനുഷ്യരിൽ സ്നേഹം കൊടുക്കുവാൻ നിനക്ക് കഴിയാറുണ്ടോ? അതോടൊപ്പം തന്നെ സഹായം ആവശ്യപ്പെടുന്ന മനുഷ്യൻ്റെ നേരെ സഹായിക്കുവാൻ നിനക്ക് കഴിയാറുണ്ടോ? ഇവയൊക്കെ ഞാൻ പൂർത്തിയാകുമ്പോൾ അവിടെയെല്ലാം ദൈവം എന്നിൽ പിറക്കുന്നു. കൂടാതെ നമ്മുടെയൊക്കെ ചെറിയ ചെറിയ വാശികളിലും ചെറിയ ചെറിയ ഇഷ്ടങ്ങളോടുമൊക്കെ വേണ്ട എന്ന് പറയുക കൂടി ചെയ്തുകൊണ്ട് ഈശോയെ അതെല്ലാം നിനക്ക് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞ് അത് സ്വർഗത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അവിടെയും സ്വർഗം എന്നിൽ പിറക്കുന്നു. ഉണ്ണിയേശു എൻ്റെ ഹൃദയത്തിൽ ഇടം നേടുന്നു. നമുക്ക് ഇന്ന് ഈ ക്രിസ്തുമസിനായി ഒരുങ്ങുമ്പോൾ ഈശോ നമ്മിൽ ഓരോരുത്തരിലും ഇടം നേടുവാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ചുകൂടി ദൈവത്തിന് ഇടം കൊടുക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റാം. ഈശോയ്ക്ക് ഇന്ന് നമുക്ക് സമർപ്പിക്കാനുള്ളത് 3 ആശീർവാദമാണ്. അതിലൂടെ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്നത് എണ്ണയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഇന്നേ ദിവസം പരിപൂർണമായി അനുഗ്രഹിക്കട്ടെ.